നാദേന്ദ്രിയം രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. രാവിലെ തന്നെയുള്ള രുദ്രന്റെ കൂക്കി വിളി കേട്ടാണ് അടുക്കളയിൽ ജോലിയിലായിരുന്ന ഹാളിലേക്ക് ചെല്ലുന്നത്. എന്താടാ എന്തിനാ നീ ഇങ്ങനെ കൂക്കി വിളിക്കുന്നതിന്റെ രുദ്ര? കൊടുത്തിരുന്ന സാരി തലപ്പിൽ ഒന്ന് കൈകൾ തുടച്ചുകൊണ്ട് അവനടുത്തേക്ക് നടന്നുകൊണ്ട് അവൾ ഉച്ചത്തിൽ ചോദിച്ചു. അതെ, ഇന്നലെ രാത്രി ഏട്ടനെയും വഴിക്കങ്ങനെ വന്നായിരുന്നോ? നേരെ ഇത്രയായിട്ട് അങ്ങോട്ടേക്ക് കണ്ടില്ല, അതോ? അവനൊരു പരിങ്ങലോട് അവളോട് ചോദിച്ചു. ദോ അവിടെ കിടന്ന് പോത്തോലെ ഉറങ്ങുന്നുണ്ട്. അവൾ തന്നെ മുറി ചൂണ്ടിക്കൊണ്ട് രുദ്രനോടായി പറഞ്ഞു. അവന്റെ കണ്ണുകൾ മിഴിഞ്ഞു. അമ്പടന്റെ ചങ്കര, നിങ്ങൾ ഇത്ര പെട്ടെന്ന് നേരത്തെ വളച്ച് കുപ്പിയിലാക്കിയോ? ദിസ് ഈസ് അൺബിലീവബിൾ. വാവ്, മാരകം. അവൻ പറഞ്ഞുകൊണ്ട് അവൾ ചൂണ്ടിയ മുറിയിലേക്കൊന്ന് എത്തി നോക്കി. നീ പോയി ആ തിമിംഗലത്തിന് വിളിച്ചെഴുന്നേൽപ്പിക്കുക, ഞാൻ ചായ എടുക്കാം. ആൾ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടക്കാൻ ഒരുങ്ങിയതും ബൊമ്മി അവളെ നീട്ടി വിളിച്ചുകൊണ്ട് ഒടുത്തിരുന്ന മുണ്ട് ഒരിക്കൽ കൂടി അരയിൽ ഉറപ്പിച്ച് ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് അവൻ പുറത്തേക്ക് വന്ന് ഒരുപോലെയാണ്. ഓ, രാവിലെ തന്നെ അവിടെ വാലയെ തൂങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട്. വാലയെ തൂങ്ങി തന്നെ നോക്കി കണ്ണുമിഴിച്ച് നിൽക്കുന്ന രുദ്രനെ കാണെ മേഘൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടൊന്ന് ചുണ്ടുകൂട്ടി. ഈ തെണ്യൻ തന്നെ ഇങ്ങനെ നോക്കുന്നു, കണ്ടിട്ടില്ലേ? അവൻ തന്നെ നോക്കി അണ്ടി വിഴിഞ്ഞാണ്ടാനെ പോലെ നിൽക്കുന്നവനെ കാണെ ഒന്ന് ചുണ്ടുകൾക്കിടയിലിട്ട് പിറുവിറുത്തു. എന്താടാ? മേഘൻ അവനെ നോക്കി ചോദിച്ചുകൊണ്ട് അവനരിയിലേക്ക് നടന്നു. എന്നാ ഞാൻ പോട്ടെ എടുത്തി, നിക്കേ അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവാറുണ്ട്, ഞാനൊന്നും മറന്നു. അവൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി. എടാ ചായ കുടിച്ചിട്ട് പോടാ. അവൾ അവൻ പോകുന്ന കാണെ വിളിച്ചു പറഞ്ഞു. ഞാൻ പിന്നെ ഒന്ന് കഴിച്ചോളാം, അവൻ പറഞ്ഞുകൊണ്ട് തറവാട്ടിലേക്ക് കുതിച്ചു. ഇവരിതെന്താ പറ്റി? അവൾ അവന്റെ ഓട്ടം കാണെ പിറുവിറുത്തു. അവന് വട്ട്, നീ എനിക്കൊരു ഗ്ലാസ് ചായ എടുത്തതിന്റെ രക്ഷിക്കുഞ്ഞേ. അവൻ അവൾക്കടുത്തേക്ക് ഒട്ടാനെന്ന പോലെ വന്നുകൊണ്ട് പറഞ്ഞു. അവിടെ നിന്നോളണം, ഞാനേ കുളിയും ജപൊക്കെ കഴിഞ്ഞതാ. എങ്ങോട്ടാ ഈ ബുൾഡോസറാണ് ഇടിച്ചേറി വരുന്നത്? അവൾ അവനടുത്ത് നിന്ന് രണ്ടടി പുറകിലേക്ക് നീക്കൊണ്ട് പറഞ്ഞു. അപ്പൊ ചായ? അത് കാണെ അവൻ അവളെ നോക്കി ചുണ്ടുകുളിക്കൊണ്ട് ചോദിച്ചു. ചായ അല്ല, കോയ. ആദ്യം പോയി അടിച്ചരച്ച് കുളിക്കടോ. അവൾ അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞ ശേഷം അടുക്കള ലക്ഷ്യം വെച്ച് നടന്നു. ഓ പിന്നെ കുളിക്കാണ്ട് ചായ തരില്ലാച്ചാ, എനിക്ക് വേണ്ടടി പോലെ നിന്റെ ചായ. അവളുടെ ഒരു ചായ. അവനവൾ പോകുന്ന നോക്കി വിളിച്ചു പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. എടോ കുട്ടനായരെ, താൻ അറിഞ്ഞോ? ചന്ദ്രമംഗലത്തെ തമ്പുരാൻകുഞ്ഞ് ഈ പ്രാവശ്യം ചന്ദ്രക്കാവിൽ കുടിയേറ്റം നടത്തൂന്ന് പറഞ്ഞ് നാൽപ്പാട്ടക്കാരനെ ഒരു അമ്പലമുറ്റത്ത് വെച്ച് വെല്ലുവിളിച്ചുത്രേ. വേലായുധൻ കുട്ടനായുടെ ചായക്കടയിലേക്ക് ധൃതിയിൽ നടന്നു കയറിക്കൊണ്ട് അയാളോടായി പറഞ്ഞു. എന്റെ ദേവി, എന്താണോ വേലായുധ താനീ പറയണേ? കുട്ടനായർ കേട്ട വാർത്ത വിശ്വസിക്കാനാവാതെ അയാളെ നോക്കി തിരക്കി. അതേടോ നായരെ, എന്നോട് ഇത് പറയണതേ ഈ സംഭവം നടന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന കമ്മിറ്റിക്കാരിൽ ചിലരാ. അയാൾ തന്റെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുന്ന കുട്ടനായരോടായി പറഞ്ഞു. എന്റെ ഭഗവതി, എന്താ ഈ കേൾക്കണേ? ഈ തമ്പുരാൻകുട്ടി ഇത് എന്ത് ഭാവിച്ച? ഇനി ഇതിന്റെ ബാക്കി എന്തൊക്കെയാ കാത്തു വെച്ചിരിക്കണാവോ? അയാൾ ആദ്യോടെ പറഞ്ഞുകൊണ്ട് താടി കൈ കൊടുത്തു. ഇന്ദ്രൻ കുഞ്ഞ് വിവരം അറിഞ്ഞില്ലേ ആവോ? കുട്ടനായർ വേലായുധൻ നോക്കി ചോദിച്ചു. ഇന്ദ്രൻ കുഞ്ഞിന്ന് രാവിലെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഇനി ഇതിനെ ചൊല്ലി 2 വർഷത്തുള്ള ഒരു പൊരിഞ്ഞ യുദ്ധം തന്നെ നടത്തുന്ന തോന്നണേ. വേലായുധൻ കുട്ടനായരോടായി പറഞ്ഞുകൊണ്ട് തന്റെ അരികിൽ തിരിക്കുന്ന മുറുക്കാഞ്ചലം പുറത്തേക്ക് എടുത്ത് അവിടെ കിടന്ന ബെഞ്ചിലേക്കായിരുന്നു. ഞാൻ അതല്ല ആലോചിക്കണത്, ഇത്ര നാളും തോന്നാത്തൊന്ന് ഇത്ര പെട്ടെന്ന് തോന്നാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായതെന്നാ കുട്ടനായർ പറഞ്ഞുകൊണ്ട് വേലായുധനരികിലേക്ക് ഇരുന്നു. ആ സംഭവങ്ങൾ നടന്ന നാളിത്രയായിട്ടും ആ കാവിന്റെ ഭാഗത്തേക്കൊന്നും തിരിഞ്ഞു നോക്കാൻ പോലും മുതിരാതിരുന്ന മനുഷ്യനാ ഇപ്പൊ അവിടെ കൊടിയേറ്റം നടത്തി അടങ്ങുമെന്നും പറഞ്ഞ് നടക്കുന്നത്. വേലായുധൻ കുട്ടനായരോടായി പറഞ്ഞുകൊണ്ട് ഒരു വെറ്റിലെടുത്ത് ചുണ്ണാമ്പ് വെച്ച് 4 മടക്കാൻ തുടങ്ങി. എന്തേലൊക്കെ നടന്നു കാണൂടോ, അല്ലാതെ വെറുതെ ഒന്നിലും പോയി തലവെച്ചു കൊടുക്കുന്ന സ്വഭാവം ചെറിയാമ്പുരാനില്ല. നായർ മേഘന്റെ സ്വഭാവം നന്നായി മനസ്സിലാക്കിയ പോലെ അയാളോട് പറഞ്ഞു. ആ പിന്നെ വേറെ കൂട്ടം കൂടി ഉണ്ടായി. വേലായുധം വായിലും മുറുക്കാൻ ചാവക്കുന്നതിനിടെ എന്തോ ഓർത്ത പോലെ അയാൾ നോക്കി പറഞ്ഞു. എന്താടോ? നായർ അയാളെ നോക്കി ആകാംക്ഷയോടെ തിരക്കി. ഇപ്രാവശ്യം അഷ്ടമംഗല പ്രശ്നം വെക്കണത് മണപ്പാട്ട് തിരുമേനി അല്ലാത്രേ. പിന്നെ? അയാൾ കണ്ണു വീഴ്ചോണ്ട് ചോദിച്ചു. അതറിയില്ല, എന്തായാലും ഒന്നുറപ്പായി, ഈ പ്രാവശ്യത്തെ പൂരം വെറും പൂരായിരിക്കില്ലടോ. ഒന്നുമില്ലെങ്കിൽ ഇതോടുകൂടി ചന്ദ്രമംഗലം മനി അവിടെയുള്ളവരും ഒരു ഓർമ്മ മാത്രമേ മാറും. അല്ലച്ചാ ഈ നാരായണമംഗലം മുഴുവൻ സാക്ഷിക്ക് പല ഞെട്ടിക്കുന്ന സംഭവവികാസങ്ങൾ അവിടെ അരങ്ങേറിയത് വരും. സംഭവിക്കാൻ പോകുന്ന ഇതിൽ 2 ആണെങ്കിലും നഷ്ടത ഈ നാടിന് മൊത്തത്തിൽ വിഴുങ്ങാതിരുന്നാ മതിയായിരുന്നു എന്റെ ദേവി. വേലായുധം പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്കൊന്ന് നീട്ടി തുപ്പി. എന്താ കുഞ്ഞിപ്പെണ്ണെ, ഇങ്ങോട്ട് വന്ന ഇഷ്ടായില്ലേ നിനക്ക്? അവൾ ചോദിച്ചുകൊണ്ട് തന്റെ തോളിൽ ചടഞ്ഞെടുക്കുന്ന കുഞ്ഞിന്റെ കവിലൊന്ന് മുത്തിമാറി. ദേ എഴുന്നേറ്റ്, നമുക്ക് നല്ല കുട്ടിയായിട്ട് കുളിച്ചിറങ്ങി കുറുക്കുടിക്കാനുള്ളതല്ലേ? അവൾ ഉറക്ക ചടവോടെ കിടക്കുന്ന കുഞ്ഞിനോടായി പറഞ്ഞുകൊണ്ട് താഴേക്കുള്ള പടികൾ ഓരോന്നായി ഇറങ്ങി.
ഗോവണിറങ്ങി ആളിലേക്ക് ചെന്നും കണ്ടു. അവിടെ നടുമുറ്റത്തിരുന്ന് സ്വറ പറയുന്ന സൗദാമിനിയെയും നന്ദികയെയും. ആളവിടെ കണ്ടതും അവരുടെ രണ്ടുപേരുടെയും മുഖം ഒരുപോലെ ഇരുണ്ടു. തന്നെ ഇഷ്ടക്കേടോടെ നോക്കി നിൽക്കുന്നവർ അറിഞ്ഞെന്ന പോൽ അവൾ അവർ ഇരുവരെയും പാടെ അവഗണിച്ചുകൊണ്ട് കുഞ്ഞുമായി അടുക്കളയിലേക്ക് നടന്നു. അവിടെ ഒരു ഭാവം കണ്ടില്ല അമ്മേ, എന്തോ വെട്ടിപ്പിടിച്ച പോലെയല്ല അവിടെ പോക്ക്. നന്ദികി അടുക്കളയിലേക്ക് നടന്നകലുന്നകളെ നോക്കി ഒന്ന് ചുണ്ടുകൂട്ടിക്കൊണ്ട് തനിക്കടുത്തിരിക്കുന്ന സൗദാമിനിയോടായി പറഞ്ഞു. അവളെ എത്രയാന്ന് വെച്ചാ അഹങ്കരിക്കട്ടെടി. അവൾ ഈ കാണിക്കണ അഹങ്കാരത്തിന് അവളുടെ നെറുകയിൽ തന്നെ ഒരു അടി കിട്ടുന്ന നിമിഷം അത് വിദൂരല്ല. അവരെന്തോ മനസ്സിൽ കണ്ടെന്ന പോലെ അവരോടായി പറഞ്ഞു. അമ്മ എന്താ ഉദ്ദേശിക്കുന്നേ? നന്ദിക്ക് തന്റെ ആകാംക്ഷ അടക്കാൻ കഴിയാതെ അവരെ നോക്കി ചോദിച്ചു. എന്തിനു വേണ്ടിയാണ് അവൾ ഇവിടേക്ക് കാലെടുത്ത് വെച്ചത്? അത് നശിക്കുന്നിടം വരെ അവൾക്ക് ഈ ഭൂമിയിൽ സമയം അനുവദിച്ചിട്ടുള്ളൂ. അത് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതോടൊപ്പം അവളും നശിച്ചിരിക്കും. അവരൊരു പുച്ഛഭാവത്തിൽ പറഞ്ഞു നിർത്തുമ്പോൾ നന്ദി അവരുടെ വാക്കുകളെ വിശ്വസിക്കാൻ കഴിയാതെ ഒരു നിമിഷം അവരെ നോക്കി അങ്ങനെ ഇരുന്നു പോയി. അമ്മേ, അവർ താൻ ഉദ്ദേശിച്ച് തന്നെയാണ് അവർ പറഞ്ഞതെന്നറിയാൻ വേണ്ടി അവരുടെ ആ വാക്കുകൾ തീർത്ത് നടക്കം വിട്ടുമാറാതെ അവരെ വിളിച്ചു. ഇന്ദ്രന്റെ അമ്മ എങ്ങനെയാ മരിച്ചതെന്നറിയോ നിനക്ക്? അവർ തനിക്കരിയിരിക്കുന്നവരുടെ മിഴിഞ്ഞ കൺകോളത്തെ തിരിച്ചറിഞ്ഞപ്പോൾ അവരെ നോക്കാതെ ചോദിച്ചു. നന്ദി ഒരു നിമിഷം അവരുടെ വാക്കുകളെ വിശ്വസിക്കാനാവാതെ ശ്വാസം പിടിച്ചു വെച്ച് അങ്ങനെ ഇരുന്നു പോയി. അറിയില്ലാച്ചാ ഉടനെ നീ അറിയും. ആ ഭാഗ്യം ഉടനെ ഉണ്ടാവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചോ നീ. അവർ നന്ദികയോടായി പറഞ്ഞുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് തന്റെ മുറി ലക്ഷ്യം വെച്ച് നടന്നു നീങ്ങി. നന്ദികയാണെങ്കിൽ അവർ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ കഴിയാതെ വീർപ്പുമുട്ടുന്ന മനസ്സുമായി അവിടെ അങ്ങനെ ഇരുന്നു പോയി. അവർക്ക് മുമ്പിൽ ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിയുടെ മുഖം തെളിഞ്ഞു വന്നു. കുറച്ചൊന്നുമല്ല താൻ അവളെ ഉപദ്രവിച്ചിരുന്നു. ഒരിക്കൽ ആ ഉപദ്രവത്തിന്റെ എല്ലാ പരിധിയും ലംഘിച്ചപ്പോൾ നല്ല കനത്തിലൊരടി തന്റെ കവിളിൽ പൊട്ടിയിരുന്നു. ആ അടിയുടെ ഓർമ്മയിൽ അറിയാതെ തന്റെ ഇടത് കവിളിലേക്ക് കൈ ചേർത്ത് പോയി. താൻ ഒരുപാട് ആഗ്രഹിച്ച സ്ഥാനം അത് സ്വന്തമാക്കിയവളോട് തോന്നിയ ദേഷ്യം പിന്നീട് അത് വെറുപ്പിലേക്ക് വഴിവെട്ടി. താൻ ആഗ്രഹിച്ച ജീവിതം ആഗ്രഹിച്ച പുരുഷനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നവളെ കാണെ ആ വെറുപ്പ് പകയായി പരിവർത്തനപ്പെട്ടു. അതിന്റെ പേരിൽ ചില്ലറ ഉപദ്രവമെന്നല്ല അവളോട് ചെയ്ത്. എന്നും ദേഷ്യമാണ് അവളോടും അവളെ താലിയണിഞ്ഞ് കൂടെ കൂട്ടിയവനോടും. പിന്നീട് ആ വെറുപ്പ് അവരുടെ ചോരയോടും പ്രകടിപ്പിച്ചു തുടങ്ങി. ഇപ്പോഴും ഇന്ദ്രൻ തനിക്ക് വെറുക്കപ്പെടാനായി തീർന്നതിന് പിന്നിലെ പ്രധാന കാരണം അത് അവന്റെ അച്ഛൻ ഒറ്റൊരുത്തൻ മാത്രമാണ്. അത്രക്കും സങ്കടങ്ങൾ ആ ഒരാൾ കാരണം തനിക്ക് തന്റെ ജീവിതത്തിൽ നേടേണ്ടി വന്നിട്ടുണ്ട്. അവർ തനിക്കുള്ളിൽ നുരഞ്ഞു പൊന്തുന്ന പകയെ അടക്കാൻ കഴിയാതെ ഓർത്തു. ഒരിക്കലും കരുതിയിരുന്നില്ല അവളുടെ മരണത്തിന് പിന്നിൽ ഇവിടെയുള്ളവർ തന്നെ ആയിരിക്കുമെന്ന്. അതുപോലെയായിരുന്നു ഇവിടെയുള്ള ഓരോരുത്തരും അവളോട് പെരുമാറിയിരുന്നത്. കൈ പിടിച്ച് കയറ്റിയവർ തന്നെ അവളുടെ കഴുത്തറുത്തിരിക്കുന്നു. അവരൊരു പുച്ഛത്തോട് ഓർത്തു. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒരു കാരണവശാലും ഈ വിവരം ഇന്ദ്രൻ അറിയാതെ നോക്കണം. ശിവശങ്കരൻ തമ്പി തനിക്ക് മുമ്പിൽ തന്റെ ആജ്ഞകൾ അത്രയും ശിരസാവഹിച്ചുകൊണ്ട് നിൽക്കുന്ന അനന്തെ നോക്കി പറഞ്ഞു. അയാൾ അതിനെ അനുകൂലിക്കുന്ന പോലെ ഒന്ന് മൂളി. ഒന്ന് പ്രതികരിക്കാനോ ചിന്തിക്കാനോ അവന് സാവകാശം കിട്ടുന്നതിന് മുന്നേ ഈ പറഞ്ഞത് അത്രയും നടന്നിരിക്കണം. ശിവശങ്കരൻ തമ്പി അനന്തനെ ഓർമ്മപ്പെടുത്തി. പിന്നെ കാര്യം കഴിഞ്ഞ എത്രയും പെട്ടെന്ന് അവരിവിടുന്ന് മാറ്റിയിരിക്കണം. അയാൾ അതിനുള്ള ഉത്തരം സൂക്ഷിക്കണം. എതിരെ നിൽക്കുന്നവനോ ഇന്ദ്രനോ ഒരു ചെറിയ സംശയം പോലും തോന്നാത്ത വിധം വേണം കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ. കൊടിയേറ്റത്തിന് മുന്നേ ആദ്യ പോലെ നടന്നിരിക്കണമെന്നാ മണപ്പാട്ട് തിരുമേനി പറഞ്ഞത്. അത് പറയുമ്പോൾ അയാളുടെ രാക്ഷസ കണ്ണുകൾ പതിഞ്ഞിരുന്ന അത്രയും മുറ്റത്തെ പൂന്തോട്ടത്തിലെ ഓരോന്നിനെയും തൊട്ടും തലോടി നടക്കുന്ന നീലയുടെ കയ്യിൽ നിന്ന് ചിരിക്കുന്ന കുഞ്ഞിലായിരുന്നു. ഞാനെല്ലാം വേണ്ട പോലെ ചെയ്തോളാച്ചാ. ഈ പ്രാവശ്യം അച്ഛന് നിരാശനാവേണ്ടി വരില്ല. അവനെ അയാളുടെ കണ്ണുകൾ പോകുന്ന ദിശയിലേക്ക് നോക്കിക്കൊണ്ട് ഉറപ്പോടെ പറഞ്ഞു. ഇനി ഒരു തോൽവി അതെന്നെ തേടി വരരുത്. അങ്ങനെ സംഭവിച്ച പിന്നീട് ഒരു തോൽവി സമ്മതിക്കാൻ നീ അവശേഷിക്കില്ല അനന്ത. നീ മാത്രമല്ല, ഇവിടെ ഉള്ള ഒന്നിനും പിന്നീട് ഇവിടെ നിലനിൽപ്പുണ്ടാവില്ല. അയാൾ അവരിൽ തന്നെ ദൃഷ്ടി പറിച്ചു മാറ്റാതെ അനന്തനോടായി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നു നീങ്ങി. അവളുടെ കയ്യിൽ നിന്ന് കുഞ്ഞിപ്പെണ്ണ് അവിടെ കണ്ട ഒരു ചെടിയിൽ നിന്ന് പൂ പിഴുതെടുത്തുകൊണ്ട് അവൾ വിളിച്ചു. ഓ! അവൾ അതിന് വിളിയേറ്റുകൊണ്ട് അവിടെയുള്ള ചെടികളിലൂടെ എല്ലാം കണ്ണോടിച്ചുകൊണ്ട് അങ്ങനെ നടന്നു. അവൾ തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതും ഒറ്റ വീക്കായിരുന്നു അവളുടെ മുഖത്തേക്ക്. അത് കിട്ടിയതും അവൾക്ക് അവളിൽ കൈവച്ചുകൊണ്ട് തന്റെ കയ്യിൽ നിന്ന് ചിരിക്കുന്നവളെ കണ്ണുമിഴിച്ച് നോക്കി. അവൾ നോക്കി നിൽക്കെ അവളുടെ മറുകവളിലും കൈ തളർത്തിയൊന്ന് കൊടുത്തുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് പറഞ്ഞു. എന്തിനാണ് ഈ കാന്തരി നീ എന്നെ തല്ലിയത്? നീലി തല്ലുകൊണ്ടെടുത്ത് കൈവച്ച ശേഷം കുഞ്ഞിനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു.
കുഞ്ഞവളുടെ കവളിലൊന്ന് കടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒച്ചയെടുത്തു. എനിക്കിപ്പോ എന്നെ ഉപദ്രവിക്കൽ ഇത്തിരി കൂടിയിട്ടുണ്ടോ കുഞ്ഞി? മുന്നിൽ 2 കുഞ്ഞരിപ്പല്ലി കൊണ്ട് തന്നെ കടിക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞിനെ കാണെ നീലി ചുണ്ട് ചുളുക്കിക്കൊണ്ട് പറഞ്ഞു. അവിടെ അതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ കവിൾ കടിച്ചു പറിക്കുന്ന തിരക്കിലാണ് ആള്. അവിടെ അങ്ങനെ നിൽക്കേണ്ട കുട്ടിയെ, കഴിഞ്ഞ ദിവസം അവിടെയായിട്ടൊരു പാമ്പിനെ കണ്ടിരുന്നു. തറവാട്ടിൽ പുറമണിക്ക് വരുന്ന ഒരു സ്ത്രീ അവളോടായി പറഞ്ഞു. അവൾ ചുറ്റിനൊന്ന് കണ്ണോടിച്ചുകൊണ്ട് അവിടുന്ന് പുറത്തേക്ക് വന്നു. ദേവി, ആ സിമ്മയോടെ ഉണ്ടായിരുന്നു ഇപ്പൊ കേട്ടേനെ എനിക്ക്. ആൾ സ്വയം പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും മുറ്റത്തേക്ക് അവന്റെ ബുള്ളറ്റ് വന്നിന്ന് ഒരുപോലെയാണ്. ആഹാ, ഇന്നെന്താ നേരത്തെ ആണല്ലോ. സാധാരണ സന്ധ്യ കഴിഞ്ഞാലും കൂട്ടിക്കയറാത്ത ആളാ. ഇന്ന് എന്തു പറ്റിയോ ആവോ? ആൾ ബുള്ളറ്റിൽ നിന്നിറങ്ങി തനിക്കരിയിലേക്ക് നടന്നെടുക്കുന്നവരെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. അവൻ അവളെ നോക്കിക്കൊണ്ട് തനിക്ക് നേരെ കൈ നീട്ടി പിടിച്ചുകൊണ്ട് ചാടാൻ ശ്രമിക്കുന്ന കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങിയ ശേഷം അകത്തേക്ക് നടന്നു. ഇതെന്താ സിംഹത്തിന്റെ മുഖം നെയ്യപ്പം കണക്ക് വീർത്തിരിക്കുന്നേ? രാവിലെ ഇവിടുന്ന് പോകുന്നൊരു കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. ഇതിപ്പോ പെട്ടെന്ന് എന്താ പറ്റി? ആളൊന്നും ചിന്തിച്ചെന്ന ശേഷം അവന് പുറകെ അകത്തേക്ക് നടന്നു. ചോറെടുക്കട്ടെ ഇന്ദ്രേട്ടാ? ആൾ ഉച്ചഭക്ഷണം കഴിക്കാതെ മുകളിലേക്കുള്ള പടികൾ കയറാൻ ഒരുങ്ങുന്നവനെ കണ്ടതും അവനോട് തിരക്കി. വേണ്ട, കുറച്ച് കഴിയട്ടെ. അവനവൾ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞുകൊണ്ട് മുകളിലേക്കുള്ള പടികൾ ഓരോന്നായി കയറിക്കൊണ്ടിരുന്നു. ഇനി എപ്പോഴാ? 3 മണിക്കോ? ആൾ കയറുപാടൊന്ന് പിറുവിറുത്തുകൊണ്ട് അവന് പുറകെ മുകളിലേക്ക് നടന്നു. ഓരോ പടികൾ മുന്നിലേക്ക് വെക്കുമ്പോഴും അവന്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്ന ചിന്തകൾ പലതായിരുന്നു. അതിൽ ആദ്യത്തേത് ഇന്ന് കാര്യസ്ഥൻ കേശവിൽ നിന്നറിഞ്ഞ ചില കാര്യങ്ങളാണ്. മുറിയിലേക്ക് കയറിയവൻ വസ്ത്രം പോലും മാറാൻ നിൽക്കാതെ കുഞ്ഞിനെയും നെഞ്ചിൽ വെച്ച് കട്ടിലേക്ക് ചാഞ്ഞു. അവൻ കിടക്കുന്ന കണ്ടതും കുഞ്ഞിപ്പെണ്ണ് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കിടപ്പായി. ഇതെന്താ ഈ നേരത്തെ ഒരു കിടത്തം? അകത്തേക്ക് വന്ന നീലി കട്ടിൽ കിടക്കുന്നവനെ കാണാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവിടെ കസേരയിൽ കിടന്ന തുണികൾ ഓരോന്ന് എടുത്ത് മടക്കാൻ ആരംഭിച്ചു. എന്നിരുന്നാൽ കൂടി അവളുടെ കണ്ണുകൾ ഇടക്കിടക്ക് കട്ടിൽ കിടക്കുന്നവനരിലേക്ക് വിരുന്നു പോകുന്നുണ്ട്. മുകളിലേക്ക് നോക്കിക്കിടന്ന് കാര്യമായ എന്തോ ചിന്തയിലാണ് ആള്. ഞാൻ അവിടുന്ന് പറഞ്ഞു വിട്ടല്ല കുഞ്ഞെ, ഞാൻ അവിടെ നിർത്തിപ്പോന്ന. ഈ കഴിഞ്ഞ നാളുകത്രയും നാൽപ്പാട് ശിവശങ്കരൻ തമ്പിയുടെ ചൊൽപ്പടിക്കുന്നോണ്ടാ ഞാൻ എൻ്റെ കുടുംബം പോറ്റി. ചെറിയ പാപങ്ങൾക്കൊന്നല്ല എനിക്ക് സാക്ഷിയായി വേണ്ടി വന്നിട്ടുള്ളു. കുഞ്ഞിനറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ആ തറവാടിനെ ചുറ്റിപ്പറ്റി അരങ്ങേറിയിട്ടുണ്ട്, ഇപ്പോഴും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം കുഞ്ഞ് മനസ്സിൽ വെച്ചോ, നാൽപ്പാട്ട് ശിവശങ്കരൻ തമ്പി കുഞ്ഞിന് മാത്രം മുത്തശ്ശൻ. ഈ ഭൂമിയിൽ അയാൾക്ക് എന്തിനോടെങ്കിലും ഭയവും സ്നേഹവും തോന്നുന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിനോട് മാത്രം. അതും നാൽപ്പാട്ട ഹിതേന്ദ്രന്റെ ചോരയാണെന്ന ഒറ്റ കാരണത്താൽ മാത്രം തമ്പുരാൻ കുഞ്ഞിനെ അയാൾ നെഞ്ചിൽ കൊണ്ട് നടക്കുന്നത്. അല്ലാത്ത പക്ഷം തമ്പുരാൻ കുഞ്ഞ് അയാൾക്ക് അപ്രിയമായി തീർന്നേനെ. അയാൾക്കൊപ്പം ഒരു കൂരയ്ക്ക് കീഴിൽ കഴിഞ്ഞിട്ടും തമ്പുരാൻ കുഞ്ഞിനെ അയാളുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കാൻ ഇത്ര നാൾ വേണ്ടി വന്നു. അപ്പൊ തന്നെ ചിന്തിക്കാം അയാൾക്കുള്ളിലെ കൗശലം എത്രത്തോളാന്ന്. അയാളുടെ ആ വൃത്തികെട്ട മുഖം അടുത്തുനിന്ന് കണ്ടിട്ടുള്ളതുകൊണ്ട് പറയാ, ആ പെൺകുട്ടിയെയും കുഞ്ഞിനെയും കൂട്ടി എത്രയും വേഗം ഇവിടുന്ന് പോകാൻ പറ്റുമോ അത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിക്കോ. ഇല്ലാച്ചാ അവരെ രണ്ടാളെയും ഒരിക്കലും തിരിച്ചിട്ടാത്ത വിധം തമ്പുരാൻ കുട്ടിക്ക് നഷ്ടമായി എന്ന് വരും. അയാൾ പറഞ്ഞ വാക്കുകൾ ഓരോന്നും അവനുള്ളിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്നു. ഓരോന്ന് ഓർക്കും തോറും അവനുള്ളിലെ ആശങ്കകൾ ഓരോന്നായി തലമുക്കിക്കൊണ്ടിരുന്നു. ഇനി മുന്നോട്ടുള്ള വഴികളിൽ താൻ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ ഓർക്കെ അവനുള്ള ഇപ്പോഴേ ചൂട് പിടിക്കാൻ ആരംഭിച്ചു. ഉറങ്ങിയ വേണേ? തന്നെ നെഞ്ചിൽ കിടക്കുന്ന കുഞ്ഞിനെ തലോടിക്കൊണ്ടുള്ള നീലിയുടെ ചോദ്യമാണ് തന്നെ വന്ന് പൊതിയുന്ന ആദികളിൽ നിന്ന് തിരികെ കൊണ്ടുവന്നത്. അവൻ തനിക്ക് മുമ്പിൽ നിൽക്കുന്നവളെയും തന്റെ നെഞ്ചിൽ കിടക്കുന്ന കുഞ്ഞിനെയും ഒന്ന് നോക്കി. കുഞ്ഞിനെ കിടത്തിട്ട് താഴേക്ക് പോയിന്ദ്രേട്ടാ, ഞാൻ ചോറെടുത്ത് വെക്കാം. അവൾ തന്നെ മേഴിച്ചിമാ മറന്ന് നോക്കി കിടക്കുന്നവന് നോക്കി പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയതും അവന്റെ വലത് കൈ അവൾ അതിൽ നിന്ന് തടഞ്ഞിരുന്നു. ഇതെന്താ കൈ ഇങ്ങനെ ചൂടായിരിക്കണേ? അവൾ തന്റെ കയ്യിലറിഞ്ഞ ചൂടുള്ള സ്പർശനത്തിലൊന്ന് നെറ്റി വിളിച്ചുകൊണ്ട് അവനോട് തിരക്കി. അതൊന്നുമില്ല, ചെറിയൊരു പനിച്ചൂട്, അത്രേ ഉള്ളൂ. അവനോട് പറയുന്നതിനൊപ്പം തന്നെ നെഞ്ചിൽ കിടക്കുന്ന കുഞ്ഞിനെ എടുത്ത് ബെഡിലേക്ക് കിടത്തി. ഇതെപ്പോ തുടങ്ങി? രാവിലെ ഒന്നും ഉണ്ടായിരുന്നില്ലാലോ. അവൾ അവനരികിലേക്ക് വന്നിരുന്നുകൊണ്ട് ആ നെറ്റിയിൽ കൈവച്ച് തിരക്കി. ഉച്ചയോട് അടുപ്പിച്ച് തുടങ്ങിയതാ, അത്ര ചൂടൊന്നുമില്ല. അവൻ പറയുന്നതിനൊപ്പം അവൾ തനിക്കരിയിലേക്ക് ഇരുത്തി. എന്നിട്ട് നീ നേരത്തെ പറയാഞ്ഞേ? അവൾ അവന്റെ നെറ്റിയിലും കഴുത്തിലുമെല്ലാം കൈവച്ചുകൊണ്ട് തിരക്കി. അതിനു മാത്രമൊന്നുമില്ല, ഇത് ഒരു ഗുളി കഴിച്ചൊന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ശരിയാവും. അവൻ അവളുടെ കൈ പിടിച്ച് തന്റെ നെഞ്ചിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ വാ, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. അവൾ പറഞ്ഞുകൊണ്ട് അവിടുന്ന് എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും അവൻ അവൾ അതിന് സമ്മതിക്കാതെ അവിടെ തന്നെ പിടിച്ചു വെച്ചു. എനിക്കിപ്പോ ഒന്നും വേണ്ട, അവൻ അവളോട് പറഞ്ഞു. പിന്നെ ഭക്ഷണം കഴിക്കാതെ എങ്ങനെയാ ഗുളി കഴിക്കേണ്ടേട്ടാ? അവൾ അവനെ നോക്കി മുഖം ചുളിച്ചുകൊണ്ട് ചോദിച്ചു. കുറച്ച് കഴിയട്ടെ, അവൻ അവളോട് പറഞ്ഞു. ഇനി എപ്പോഴാ? ഇപ്പൊ തന്നെ സമയം 3 കഴിഞ്ഞു. അവൾ അവന്റെ ആ പറച്ചിൽ തീരെ പിടിക്കാത്ത ഭാഗത്തിൽ പറഞ്ഞു. നീ കഴിച്ചോ? അവൻ അവളുടെ മുഖത്തുനിന്ന് കണ്ണുപറിച്ച് മാറ്റാതെ ചോദിച്ചു. കഴിച്ചു, ഇനിയോടൊപ്പം ഇന്ദ്രേട്ട മാത്രമേ ഉള്ളൂ കഴിക്കാൻ. അവൾ അവനെ നോക്കിക്കൊണ്ട് പറയുന്നതിനൊപ്പം ആ നെറ്റിയിലേക്ക് തന്റെ കൈപ്പത്തി ചേർത്ത് വെച്ചു. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന തലയിൽ ഒരു കൂടം തണുത്ത വെള്ളം കോരിയൊഴിച്ച പോലെ ആ സ്പർശം അവനിൽ ആശ്വാസം പകർന്നു.
അതിന്റെ ആ ഊഷ്മളത ഒരു നിമിഷത്തേക്ക് തന്റെ കണ്ണുകളെയും ബാധിച്ചെന്ന പോൽ അവൻ തന്നെ മിഴികൾ പയ്യെ അടച്ചു. തലവേദനിക്കുന്നോ? അവൾ അവനെ നെറ്റിൽ നിന്ന് തന്റെ കൈയെടുത്ത് മാറ്റാതെ തിരക്കി. അവനതിനൊന്നും മൂളി. അത് കേട്ടതും അവൾ അവന്റെ തലഭാഗത്തേക്ക് ഇരുന്നുകൊണ്ട് ആ തലയെടുത്ത് പയ്യെ തന്റെ മടിയിലേക്ക് വെച്ചു. അവളുടെ ആ ഒട്ടും പ്രതീക്ഷിക്കാനുള്ള നീക്കമറിയവേ അവൻ തന്റെ കണ്ണുകൾ ഒരു പതർച്ചയോടെ തുറന്നു. തന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് തന്റെ തലയിലൂടെ വിരലോടിക്കുന്നവളെ കാണെ അവനൊരു നിമിഷം അവിടെ ആ കണ്ണുകൾ തളക്കപ്പെട്ടുകൊണ്ട് അങ്ങനെ കിടന്നുപോയി. കണ്ടിരിക്കാൻ മാത്രം ഒരു നാള് പോരാ എന്ന് തോന്നിപ്പിക്കുന്ന അത്ര അഴകുള്ള അവിടെ ആ കണ്ണുകൾ. അതിന്റെ കാന്തികതയിൽപ്പെട്ട് ഉയറിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ എങ്ങനെ പിടിച്ചു കിട്ടുന്നറിയാതെ അവനൊരു നിമിഷം വിഷണ്ണനായി. അവളുടെ സ്പർശം ചൂടുള്ള കാറ്റുപോലെ ഹൃദയത്തിൽ ഇങ്ങനെ ആഴത്തിൽ പതിയുന്ന പോലെ. ആ വിരൽ തുമ്പുകൊണ്ടുള്ള ഓരോ സ്പർശവും അവന്റെ ഉള്ളിലേക്കുള്ള ഒരു പ്രണയപാതക്ക് വഴിയൊരുക്കുകയായിരുന്നു. ഒന്ന് മിഴിച്ചിമ്മാൻ കൂടി മറന്നുകൊണ്ട് അവളെ നോക്കി അങ്ങനെ കിടക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ പ്രതിഫലിച്ചിരുന്ന സ്നേഹത്തിന്റെ തിമിർപ്പും ആ സ്നേഹത്തിൽ താൻ മുഴുവൻ മുങ്ങിപ്പോയേക്കുമോ എന്ന ആകുലതയും അവനെ പൂർണ്ണമായി കൈപ്പിടിയിൽ ഒതുക്കുന്ന അവൻ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു. എന്താ ഇങ്ങനെ നോക്കണേ? തന്നെ കണ്ണിൽ പതിപ്പിച്ചു വെച്ചുകൊണ്ട് കിടക്കുന്നവന്റെ മുടികളിലൂടെ വിരലോടിക്കുന്നതിനിടയിൽ അവൾ തിരക്കി. എനിക്ക് നോക്കിയിരിക്കാൻ തോന്നിയിട്ട് എന്താ അങ്ങനെ പാടില്ലാന്നുണ്ടോ? അവൻ അവളിൽ നിന്ന് തന്റെ മിഴികളെ വേർപ്പെടുത്താതെ തന്നെ അവൾക്കുള്ള മറുപടി നൽകി. ആ മറുപടി തൃപ്തികരമാണെന്ന പോൽ പിന്നീട് ഒരു ചോദ്യം അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നീലി, അതുവരെ തന്റെ കണ്ണുകളിൽ കുരുക്കപ്പെട്ട ആ കണ്ണുകളെ അവൾ വെട്ടിച്ചു മാറ്റിയതറിയെ അവൾ അവനെ ഒന്ന് വിളിച്ചു. അത് കേട്ടതും അവൾ എന്തെന്ന പോലെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. നിനക്കിനെ ഇപ്പോഴും ഒരു ഭർത്താവായി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലേ? അവൻ അവളെ നോക്കി അത്രയും മൃദുവായി ചോദിച്ചതും അവൾക്കുള്ള ശക്തിയിൽ തന്നെ ഒന്ന് പിടഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.